ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാം. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്നരുൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനും ജീവന്റെ അപ്പമായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവൻ ഈ തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്നു. അവിടുത്തെ തിരുമുമ്പിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മാലാഖമാരാലും വിശുദ്ധരാലും സദാസമയം ആരാധിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരുമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ശിരസ്സ് നമിച്ച് സർവപ്രപഞ്ച സൃഷ്ടികളോടും ചേർന്ന് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 7 വിളക്കിൻ നടുവിൽ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ശാന്തമാക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. സർവവും സൃഷ്ടിച്ചവൻ, സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്നവൻ തൻ്റെ മക്കളോടുള്ള സ്നേഹം അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ ദൈവപിതാവ് ഇങ്ങനെ ചിന്തിച്ചു: തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ തൻ്റെ ഏകജാതനെ തന്നെ നൽകണം. അങ്ങനെ കരുണാമയനായ ദൈവം നമ്മുടെ രക്ഷയ്ക്കായി സഹിക്കാൻ, പീഡകൾ അനുഭവിക്കുവാൻ, രക്തം ചിന്താൻ തൻ്റെ സുതനെ തന്നെ നൽകി. കാരണം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ചെറിയ ഗോതമ്പപ്പത്തോളം ചെറുതായ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിലായിരിക്കുന്ന നിമിഷം നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗിക്കപ്പെട്ടോ അവരെയും സമർപ്പിക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ നാം പോലും അറിയാതെ നമ്മെ നോക്കുന്നുണ്ട്, തലോടുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മിലേക്ക് നിലയ്ക്കാതെ നിർഗളിക്കുന്ന ജീവധാരയായി കരുണ ഒഴുകുന്ന നിമിഷമാണിത്. ഈ പുണ്യ നിമിഷം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പൂർണ്ണമായി സമർപ്പിക്കാം. വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനം പറയുന്നു, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ വിശുദ്ധീകരണമാണ് അവിടുന്ന് അഭിലഷിക്കുന്നത്. വചനം പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ നിമിഷം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓ ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ശരീരത്തെ അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ആലയമാകും ഞങ്ങളുടെ ശരീരത്തെ ഏറ്റെടുക്കണമേ. ആത്മശരീര വിശുദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നഷ്ടപ്പെട്ടു പോയ പ്രസാദവരം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും ഞങ്ങളെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്നും എടുത്തുകളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ. വെളിപാട് പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന നിമിഷമാണിത്. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവന്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും
വെൺകമ്പിളി പോലെയും ധവളം. നീഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണ നീഴുവിളക്കിൻ നടുവിൽ